ഇന്നൊരു പുതിയ വീഡിയോ ആണ് വന്നിരിക്കുന്നത്. അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ഒക്ടോബർ 1 മുതൽ റിസർവ് ബാങ്ക് ഒരു ഗോൾഡ് ലോണിൻ്റെ ഒരു പുതിയ റൂൾസ് പാസ്സാക്കിയിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് നോക്കാം. ഒരുപക്ഷെ നമ്മളെല്ലാവരും തന്നെ അത്യാവശ്യത്തിന് ഗോൾഡ് ബാങ്കിൽ വെച്ചോ, ബാങ്കിലോ ഫൈനാൻസിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും NBFCയിലോ നിധി കമ്പനിയിലോ എവിടെയെങ്കിലുമൊക്കെ ഗോൾഡ് വെച്ച് അത്യാവശ്യത്തിന് ലോൺ എടുക്കുന്ന ആൾക്കാരാണ്. വീട് പണിക്കോ അല്ലെങ്കിൽ ഒരു മെഡിക്കലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ അല്ലെങ്കിൽ അത്യാവശ്യം ചില കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി എളുപ്പത്തിൽ ഗോൾഡ് വെച്ച് പലിശയ്ക്ക് പൈസ വാങ്ങുന്ന ആൾക്കാരാണ് ഭൂരിപക്ഷം ആൾക്കാർ. അതായത് ഒരു ആവറേജ് ആൾക്കാർ ഈ ഗോൾഡ് പണയം വെക്കാറുണ്ട്. അതിന് പലിശ അനുസരിച്ച് പലിശ കൊടുത്തിട്ട് ഒരു കൊല്ലം കഴിയുമ്പോൾ ഒരു പക്ഷേ മുതലടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ പലിശ അടച്ചിട്ട് വീണ്ടും നമ്മൾ പുതുക്കി വയ്ക്കുന്ന സമ്പ്രദായം നിലവിലിരുന്നു. എന്നാൽ റിസർവ് ബാങ്കിൻ്റെ പുതിയ നിയമപ്രകാരം ഒക്ടോബർ 1 മുതൽ നിങ്ങൾ ലോൺ എടുത്ത എമൗണ്ട് പലിശ മാത്രം അടച്ച് പുതുക്കി വയ്ക്കുന്നതിന് നിന്നും നിരുത്സാഹപ്പെടുത്തുകയാണ്. അത് സാധ്യമല്ല എന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. നിങ്ങൾ എത്ര എമൗണ്ട് ആണോ ലോൺ എടുത്തിരിക്കുന്നത് ആ പലിശ അടച്ചിട്ടുണ്ടെങ്കിൽ പോലും പലിശയും മുതലും ചേർത്ത് മുഴുവൻ തുക അടച്ചിട്ട് മാത്രമേ നമുക്ക് പുതിയ ലോൺ എടുക്കാൻ ബാങ്കിന് സാധിക്കുകയുള്ളൂ. നമ്മൾ ഇന്നലെ വരെ ചെയ്തിരുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു 2 ലക്ഷം രൂപ ലോൺ എടുത്തു. അതിന് പലിശ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേനും പലിശ ഒരു 10,000-20,000 രൂപ വന്നു. നമ്മൾ ആ 20,000 രൂപ കൊണ്ട് അടയ്ക്കുന്നു. ആ പഴയ എമൗണ്ട് അങ്ങനെ തന്നെ പുതുക്കി വാങ്ങുന്നു. ഇനിയിപ്പോൾ സാധ്യമല്ല എന്നാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ നിയമത്തിൽ പറയുന്നത്. നിങ്ങൾ എടുത്ത എമൗണ്ട് 2 ലക്ഷവും പലിശ അടച്ചിട്ടുണ്ടെങ്കിൽ ആ മുതൽ മാത്രം, അല്ലെങ്കിൽ പലിശ അടച്ചിട്ടില്ലെങ്കിൽ മുതലും പലിശയും നിങ്ങൾ ആദ്യം അടച്ച് ലോൺ ക്ലോസ് ചെയ്യണം. എന്നിട്ട് വേണം അത് വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ലോണായിട്ട് വെക്കാം. ഇതാണ് റിസർവ് ബാങ്ക് കൊണ്ടുവന്നിരിക്കുന്ന പുതിയ റൂൾസ്. ഈ റൂൾസ് ജനങ്ങൾക്ക് എങ്ങനെ ബാധിക്കും, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത് റൂൾ ശരിയാണോ, അത് ഈ റൂൾ എല്ലാവർക്കും പാലിക്കാൻ സാധിക്കുമോ എന്നുള്ളത് ജനങ്ങൾക്ക് വിട്ടിരിക്കുന്നു. ജനങ്ങൾ ആലോചിക്കുക, തീരുമാനിക്കുക. പിന്നെ അടുത്തെന്താ വെച്ചാൽ, നിങ്ങൾ ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ അതിന് ഒരു എമൗണ്ടിനും ഒരു പരിധി വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങളിപ്പോൾ ഒരു 2.5 ലക്ഷം രൂപ വരെയാണ് ഗോൾഡ് ലോൺ എടുക്കുന്നതെങ്കിൽ മാർക്കറ്റ് റേറ്റിൻ്റെ 85% വരെ നിങ്ങൾക്ക് ലോൺ കിട്ടും. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ മാർക്കറ്റ് റേറ്റിൻ്റെ 80% വരെ ലോൺ കിട്ടും. ഇനി 5 ലക്ഷത്തിന് മേലെയാണ് നിങ്ങൾ ലോൺ എടുക്കുന്നതെങ്കിൽ 75% മാത്രമേ നിങ്ങൾക്ക് ലോൺ കിട്ടുകയുള്ളൂ. ഇനി എങ്ങനെയാണ് ഈ മാർക്കറ്റ് റേറ്റ് കണക്കാക്കുന്നത്? അതായത് ഇന്ന് നിങ്ങൾ ഗോൾഡ് വയ്ക്കാൻ വെക്കുമ്പോൾ ഇന്നത്തെ ഗോൾഡിൻ്റെ റേറ്റ് അല്ല മാർക്കറ്റ് റേറ്റ് എന്ന് റിസർവ് ബാങ്ക് പറയുന്നത്. അതായത് 20-30 ദിവസത്തിന് ബാക്കിൽ, അതായത് 20-30 ദിവസം മുൻപത്തെ ഡേറ്റുകളിൽ ഉള്ള ഗോൾഡിൻ്റെ ആവറേജ് എടുക്കുക. അതായത് ചിലപ്പോൾ ഇപ്പോൾ തന്നെ ഒരു 10,800 ആയിട്ട് ചിലപ്പോൾ ഒരു മാസം മുമ്പ് ചിലപ്പോൾ 9 ആയിരിക്കാം. അപ്പോൾ ഓരോ ദിവസം 10, 20, 30 ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ ആ ഓരോ ദിവസത്തെ റേറ്റ് എടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ആവറേജ് എടുത്തിട്ട് ആ എമൗണ്ട് നോക്കും. അല്ലെങ്കിൽ ഇന്ന് ഗോൾഡ് ലോൺ വയ്ക്കാൻ വന്നാൽ തലേ ദിവസത്തെ റേറ്റ് എത്രയാണെന്ന് നോക്കും. എന്നിട്ട് ഈ 30 ദിവസത്തെ ആവറേജും ഇന്നലത്തെ എമൗണ്ടും തമ്മിൽ വ്യത്യാസം, അതായത് ഏതാണോ കുറവ് റേറ്റ് ആ റേറ്റ് ആയിരിക്കും മാർക്കറ്റ് റേറ്റ് ആയിട്ട് കണക്കാക്കുന്നത്. മനസ്സിലാക്കാമെന്ന് വിശ്വസിക്കുന്നു. ആവറേജ് 30 ദിവസത്തെ ആവറേജ് എടുക്കുക. സപ്പോസ് അതൊരു 9,000 ഇന്നലത്തെ റേറ്റ് 9,500 എങ്കിൽ 9,000 രൂപയാണ് മാർക്കറ്റ് റേറ്റ് ആയിട്ട് ബാങ്കുകാരോട് നിശ്ചയിക്കാനായിട്ട് റിസർവ് ബാങ്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക. ഇതാണ് റിസർവ് ബാങ്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഇറക്കിയിരിക്കുന്ന റൂൾസ്. ഇനി നിങ്ങൾക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാനോ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ഗോൾഡ് ലോൺ കിട്ടുന്നതല്ല. ജെനുവിൻ പർപ്പസിന് മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ എന്നാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ റൂളിൽ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക, ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ ആലോചിക്കുക, ഒരു കൊല്ലത്തിനുള്ളിൽ പലിശയും മുതലും തിരിച്ചടയ്ക്കാൻ പറ്റുന്ന അവസ്ഥയായിരിക്കണം എന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. പലിശ മാത്രം അടച്ച് പുതുക്കൽ ഇനി നടക്കില്ല എന്നാണ് ലേറ്റസ്റ്റ് ന്യൂസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും നിങ്ങൾക്ക് വിവരങ്ങൾ മനസ്സിലായി കാണുമെന്നും വിശ്വസിക്കുന്നു. ദയവായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലത്തെയുള്ള പുതിയ വിശേഷങ്ങളുമായിട്ട് നിങ്ങൾ മുമ്പിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വരുന്നതിന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you.